Yes, let us start. Atulya, good afternoon. Sujitra, Namida, Devapriya, Nimia, good afternoon. Yes, അപ്പൊ ഇന്ന് നിങ്ങളുടെ ടീച്ചറില്ല, സോൾ ടീച്ചറില്ല. നാളെ എൻ്റെ പീരീഡ് സോൾ ടീച്ചർ എടുത്തോളൂ കേട്ടോ. ഓക്കെ, let us start. Sujitra. Sir. Yes, okay, let us start. Okay. Okay, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിലെ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് വാചകം പറഞ്ഞപ്പോൾ ഡിഡ് നോട്ട് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നിൽക്കട്ടെ. യെസ്, അപ്പൊ സുചിത്ര. യെസ്, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. യെസ്, മ്യൂട്ട് ചെയ്തോ, എന്നിട്ട് വന്നാൽ മതി. യെസ്, ഇപ്പൊ കുറച്ചു നാളിന് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാന്റെ പേര് എന്തായാലും അദ്ദേഹത്തിന്റെ പേര് രാജിവെച്ചാലുള്ള പേര് എന്താണ്? ഒരു ഹാസ്യ നടനുണ്ടായില്ലേ? യെസ്, പേര് വന്നു. ആ കുമിളകൾ സീരിയലിലൊക്കെ ഉണ്ടായിരുന്ന ഒരാള്. അറിയില്ല സർ. ഏതായാലും പേര് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. യെസ്, ഓക്കെ, ഞാൻ പേര് ഇടയ്ക്ക് ഓർക്കുമ്പോൾ പറയാം. യെസ്, അപ്പൊ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നായിരുന്നു പുള്ളി പറഞ്ഞ. പ്രേംകുമാർ, പ്രേംകുമാർ അദ്ദേഹമായിരുന്നു സീരിയലിന്റെ അല്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അപ്പൊ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് സീരിയലുകൾ എന്ന് പറഞ്ഞൊരു പ്രസ്താവന നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോൾ അതൊരു വിവാദമായി. അപ്പോ കുറച്ചാളുകൾ പറഞ്ഞു ഇത് ഒരു അത്രയും പറയേണ്ട കാര്യമില്ല, സീരിയലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യവസായം പോലെ എടുക്കുക. യെസ്, അപ്പൊ അതുകൊണ്ട് ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖലയാണ് സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അഭിനയിക്കുന്നവർ മാത്രമല്ല, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നവര്, വാഹനം ഓടിക്കുന്നവർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല കാര്യമാണ്. മാത്രമല്ല എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല, വളരെ കുറച്ചു പേർക്ക് സിനിമയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ ടാലന്റ് ഒക്കെ തെളിയിക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് സീരിയലിനെ കുറിച്ച് പ്രേംകുമാർ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് കുറച്ചു പേര് പ്രേംകുമാറിന് നേരെ ആരോപണം ഉന്നയിച്ചു. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു, ഈവൻ പ്രേംകുമാർ പോലും ഈ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഒരു സീരിയലിലൂടെ വന്ന ആളാണ്, എന്നിട്ടാണ് പുള്ളി സീരിയലിനെ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. വേറെയും കുറച്ചു പേര് പറഞ്ഞു പ്രേംകുമാർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്, ഇത് പണ്ടേ നിരോധിക്കേണ്ട സംഗതിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. വീട്ടിലെ വയസ്സായ അപ്പാപ്പന്മാര്, അമ്മാമ്മമാര്, അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല, അവർക്ക് ഒരു എന്റർടൈൻമെന്റ് ആണ് സീരിയലുകൾ. അപ്പൊ അതുകൊണ്ട് സീരിയലുകൾ മോശമല്ല എന്ന് പറഞ്ഞു. അപ്പോ ഇനിയാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞ ആൾക്കാർ. അദ്ദേഹം പറഞ്ഞു പ്രേംകുമാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്, കാരണം സീരിയലുകൾ നിരോധിക്കേണ്ടതാണ്.
അതൊരു എൻഡോസൾഫാൻ പോലെ തന്നെ വിഷമയമാണ്. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയാൽ പല ആൾക്കാരെയും പല കാര്യത്തിനും കിട്ടുന്നില്ല, വീടുകളിൽ ചെല്ലാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇതിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിന്റെ ഇമ്മോറൽ ആയ ഇതാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കരയാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയുടെ അതിൻ്റെ അകത്ത് കരയുന്നത് മരുമോളായിരിക്കും, ഇതിൻ്റെ അകത്ത് മകളായിരിക്കും, ഇങ്ങനെ വ്യത്യാസമുള്ളൂ. കഥ ഇതിൻ്റെ അകത്ത് സെയിം ആണ്, ഒറ്റ മോഡലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇത് അവസാനിക്കുന്നില്ല. ഈവൻ വി ക്യാൻ സീ ദ ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമ തീരും. ഇത് വർഷങ്ങളോളം പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇത് കാണുന്ന പ്രായമായ വീട്ടിലെ മദറിലോ ഫാദറിലോ അവരൊക്കെ ആ രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. യെസ്, അപ്പൊ ഇതിന് 2 അഭിപ്രായമാണ്. ഞാൻ സുചിത്രയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അപ്പൊ സുചിത്രക്ക് വേണമെങ്കിൽ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം. യോജിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തിൽ ഐ സപ്പോർട്ട് പ്രേംകുമാർ അല്ലെങ്കിൽ ഐ എഗ്രി വിത്ത് പ്രേംകുമാർ, അപ്പൊ പറയണം എന്തുകൊണ്ടാണ് എന്ന് പറയണം. 2-3 കാരണങ്ങളായിട്ട് പറയണം. ഈ വേണമെങ്കിൽ സുചിത്രയ്ക്ക് ഈ അഭിപ്രായത്തോട് വിയോജിക്കാം. ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഡിസഗ്രി ചെയ്യുന്നത് എന്നുള്ളതിന്റെ 1-2 കാര്യങ്ങൾ പറയാം. യെസ്, ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെൻഷനോട്ട് പോവാം. അപ്പൊ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ വീട്ടിൽ ഇത് നിങ്ങൾക്ക് ഒരു ഫാക്ടറായിട്ട് അനുഭവപ്പെടുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവും. യെസ്, അപ്പൊ മൈ ക്വസ്റ്റ്യൻ ഇസ് ദിസ്, വെദർ യു എഗ്രി ഓർ ഡിസഗ്രി വിത്ത് മലയാളം സീരിയൽ. മലയാളം സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹൗ ഡു യു ഫീൽ? യെസ്, ഇത് നിർത്തേണ്ടതാണോ അല്ലെങ്കിൽ? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ പുട്ട് ടു ഫോർവേഡ് യു. ആ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോ സർഫാസ് സാർ, ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വൈകി വന്നവരോട് പറയുന്നത് സീരിയലുകളെ കുറിച്ച് സംഭവമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ പ്രേംകുമാർ സീരിയലിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുപേര് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, കുറച്ചുപേര് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് യോജിക്കുകയോ ഉള്ള അഭിപ്രായത്തോട് യോജിക്കുകയോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ആ യോജിപ്പും വിയോജിപ്പും നമ്മൾ എന്ത് പറയുന്നു ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അത് ഇംഗ്ലീഷ് പറയുന്നു ഐ എഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ ഓർ ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർ ഒപ്പീനിയൻ. സോ ദ റീസൺ, നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു, അതിന്റെ 1-2 കാരണങ്ങൾ. ഡിസഗ്രി ആണെങ്കിൽ ഡിസഗ്രി ചെയ്യുക, അതിന്റെ 1-2 കാരണങ്ങൾ. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് സുചിത്രയാണ് ആരംഭിക്കുന്നത്. സുചിത്ര, ആർ യു റെഡി? പറയാം സാർ, തെറ്റുണ്ടെങ്കിൽ അറിയില്ല. അതൊന്നും കുഴപ്പമൊന്നുമില്ല, തെറ്റിനെ കുറിച്ച് ചിന്തിക്കുക വേണ്ട, തെറ്റ് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ ടാലന്റാണ്. കാരണം എന്താണ്, വേറെ നിങ്ങളെങ്കിലും പോയിട്ടില്ല. ഈ 5 മിനിറ്റോട് 10 മിനിറ്റോട് ആലോചിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യുവർ ടാലന്റ്, അത് നിങ്ങളുടെ ടാലന്റ്. അപ്പൊ അങ്ങനെ അപ്പൊ അതിനകത്ത് തെറ്റിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. യെസ്, പറഞ്ഞോളൂ സുജിത. I am agree with the Premkumar decision. Yes, വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവും അല്ലേ? Yes, okay. Yes, continue. Go ahead. The serial is also time-based management, okay? Yes, it is a very time-based. Okay, there is no use of it. It is very time-based. Okay, then evening time to spend this seeing the serials. So any problems is had the family. Yes, so many problems of serial seeing on the family. There is a bad thought and a bad relationship, a thought of bad relationship. Okay, very good, we can understand it. Okay, so you can continue.
Yes, okay. Then serial actors is also wearing sub materials also, makeup sets. Then Yes. costumes also. Then I am that purchased sometimes. The talk husband. Okay, okay, okay. അത് സുചിത്ര പറഞ്ഞ കറക്റ്റ് ആണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്ന സീരിയൽ നടി സീരിയൽ നമ്മൾ കാണുമ്പോൾ പട്ടുസാരി കൊടുത്താണ് വരുന്നത് അല്ലേ? ലോജിക്കില്ല. There is no logic. Yes, okay, okay, okay. Oh, സുചിത്ര വളരെ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. അപ്പൊ സുചിത്ര says that there is no logic. Okay. Ornaments കാര്യങ്ങൾ കാണുമ്പോൾ യെസ് ഓക്കെ കറക്റ്റ്. Even if they are standing in the kitchen, they are very expensive sarees or very expensive dress അല്ലേ? Yes. Yes, okay. Then serial is not logic. Any emotional stories is not seen the serials. Yes, Then movies are also listen some emotions and family matters also, but serials is waste also. And I talk about waste this serial is yes. seeing. Seeing serial is a waste of time എന്നാണ് സുചിത്ര അടിപൊളിയായിട്ട് പറയുന്നത് അല്ലേ സുചിത്ര? Yes. Yes, okay, 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 okay. Very good, very good. അപ്പൊ സുചിത്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മ്യൂട്ട് ചെയ്തു. യെസ്. അപ്പൊ അടുത്തത് നിമിയ സന്തോഷാണ് പറയേണ്ടത്. നിമിയ ഗെറ്റ് റെഡി. റെഡി ആയിട്ട് നിന്നു. ഞാൻ വിളിക്കുക. എനിക്കൊരു സുഹൃത്തെ സീരിയലില് കഥ എഴുതി. അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം വെച്ച് പറയാം. ഓക്കെ. അപ്പൊ അദ്ദേഹം ആഴ്ചയില് 20 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടാവും. തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു. ഒരു സീരിയലിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ചെല്ലുന്നു. അപ്പൊ അവിടെ ആ 20 ദിവസം ഇരുന്ന് എഴുത്തോടെ എഴുത്താണ് പുള്ളി. ഒരു എപ്പിസോഡ് എഴുതുന്ന പുള്ളിക്ക് ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റ് അനുസരിച്ച് പുള്ളിക്ക് കിട്ടുന്നു. അപ്പൊ ചില ദിവസം ഒരുപക്ഷെ ചില നടന്മാരുണ്ടാവില്ല. അവർ ചിലപ്പോൾ രോഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാവശ്യമായിട്ടോ അതില്ലെങ്കിൽ അയാളില്ലാത്ത രീതിയിൽ കഥ എഴുതി വിടണം. അപ്പൊ അയാൾ വരാത്ത രീതിയിൽ ഷൂട്ടിങ് റെഡിയാക്കി പോകണം. അപ്പൊ ഏതാണ് അവസ്ഥ ആ അവസ്ഥയിനനുസരിച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. യെസ്. അപ്പോ അതിനൊരു പഞ്ച് പോരാ അല്ലെങ്കിൽ ഒരു പവർ പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റി വേറെ രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം സീരിയലിലെ ഇത്രയൊക്കെ പറഞ്ഞ് സുചിത്രയോട് ചോദ്യം ചോദിക്കുന്നത്, സുചിത്രക്ക് സീരിയലിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ സുചിത്ര പോകും? ഡെയിലി ഒരു 15,000 or 12,000 rupees കിട്ടുന്നു. യെസ്. വിൽ യു അക്സെപ്റ്റ് ദാറ്റ് ഓഫർ സുചിത്ര? I am not accepted. You will not accept it. Okay, 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 okay. Yes, very good, very good, very good. Okay, Suchitra, very good, very good. Yes. Nimia. Sir. Nimia കഴിഞ്ഞാല് നമിതയിലോട്ട് വരട്ടെ. നമിത get ready. Okay, Nimia പറഞ്ഞോളൂ. Okay. I disagree with the statement of television chairman Mr. Prem Kumar. Yeah. Because more actors and more workers depending on this program. Yes. Job. Okay. Mainly job. Yes. I am not supporting this statement, but I am agree with the fact. Yes. Oh. Okay. But diplomatic ആണ് Nimia, അല്ലേ? Yes. Okay. Yes. Okay. Serial does not promote good things, but yes. it create human mind. Yes. That's it. Atrayullu sir. Yes. Okay. Continue. Correct ആണ്. It create the mind of the woman group. Okay. Yes. Then it create human. Yes. Nimia, after the interview, adjust ചെയ്തിരുന്നേ. Okay.
then ഇത്രേ ഉള്ളൂ. കറക്റ്റ് പറഞ്ഞു കണ്ടിന്യൂ. ആ, ഇത്രേ ഉള്ളൂ സാർ മെയിനായിട്ട്. യെസ്. ആ, അപ്പോ അവരുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റുമെന്നാണ് നിവിയ പറയുന്നത്. പല അതെ, അതെ. പ്രാവശ്യം സീരിയൽ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ ചിന്തിച്ചു പോകും അല്ലെ? അപ്പൊ എന്നാൽ അതൊരു എല്ലാവർക്കും ഒരു വരുമാന മാർഗമാണത്. യെസ്. നിവിയ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സീരിയൽ? ഞാൻ സീരിയൽ കാണാറില്ല സാർ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. Okay. വീട്ടിലാരും കാണാറില്ല? ഇല്ല, കാണില്ല സാർ. യെസ്, വെരി ഗുഡ് വെരി. ഓ, അത് തന്നെ ഒരു ഭാഗ്യമുണ്ട്. യെസ്. വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ ആരുമില്ല? ഇല്ല, ആരുമില്ല. യെസ്, ദാറ്റ് ഈസ് യുവർ ലൈഫ്. നമുക്ക് ബാക്കിയുള്ളവർ വരട്ടെ, അപ്പൊ അവർ പറയുന്നത് കേൾക്കാം. ഓക്കെ 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 ഓക്കെ, താങ്ക് വെരി യു ഗുഡ് സാർ. വെരി ഗുഡ് വെരി ഗുഡ്. പ്രാൻഷ, വിനോദ്, യു ഗെറ്റ് റെഡി. നമിത പറഞ്ഞോളൂ. Sir, actually, I agree with Prem Kumar, sir, because യെസ് യെസ് ഓക്കെ for me, serial is waste of time. യെസ് Then not only that, since I'm a Christian, first Yes. of all, so for us, evening we should have what to say, Kumbha Prarthana. That is most important for us. യെസ് ഓക്കെ ഓക്കെ And in my house, I mean, not my house, my husband house. Here, actually, my father-in-law and my mother-in-law both are addicted to serials. യെസ് So ഓക്കെ evening Kudumba Prarthana, they won't allow us to do. യെസ്. നേരത്തെ നിമിയ പറഞ്ഞില്ലേ? യെസ്, കണ്ട അവിടെ സീരിയൽ വെക്കാറില്ല. പക്ഷെ ഇവിടെ ഒരു പ്രായമായിട്ടുള്ള അച്ഛനും അമ്മ കിട്ടില്ല പടിപാടി. ഓക്കെ, കണ്ടിന്യൂ നമിത. Yeah, but for me it is not okay, because according to our custom and our belief, evening we should do the Kudumba Prarthana. That is important for us. In my Yes. family, every day evening, my grandmother, I told already about my grandmother. So there it is must, because since my grandmother, she forced us, not force, it is important for us. Yes. So in my family, every evening around 6 or to 7, between 6 to 7, we used to do our prayers, Kudumba Prayer. Prarthana. Yes. That is important for us. But here, after my marriage, here all are up and down. One day, if we are praying for 1 week, we will not do. Then again, after 1 week, if we are shouting, then we will do that one. So it is not good. Means for me, it is not okay. Yes. Okay. Maybe Okay. because my custom, because I have in my family, we are treated that it is important for us. Since my Yes. grandmother is she is also a teacher, so she taught me that the evening prayer is must. So Yes. in that situation, from here, after coming here, it is very difficult for me that not doing that one. Yes. Okay. 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 നമിത പറയുന്നത് എനിക്കത് മനസ്സിലാവും. കാരണം പല വീടുകളിലും ഈ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന വീടുകള് അല്ലെങ്കിൽ നാമം ജപിക്കുന്ന വീട് ആ സീരിയലിന്റെ ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്രാർത്ഥനയുടെ ടൈം ഫിക്സ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത് ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്ന ഒരാൾ ഈ കൂടെ വന്നു കഴിയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇൻ അഡീഷൻ ടു ദാറ്റ് പിന്നെ എന്ത് പാട്ടാണ് കാണുന്നത്? പ്രേയറിന്റെ എടുത്തു, വേറെ എന്ത് വിഷയമാണ് കാണുന്നത്? Then actually this serial is influencing the person's mind mostly, because watching the serial, what they are doing, the characters, because I am facing that problem. My mother-in-law, she is addicted to that, and she is doing whatever they are showing in the serial. She is mostly like that only. That's what I don't like it. Yes. Maybe it's my opinion. I don't know, but I don't like it, because how they are doing, means in serial, how they are torturing their daughter-in-laws, how they are keeping their same only happening here. But my father-in-law is okay, perfect. Only this problem is there with him. But my mother-in-law, oh my God, too horrible. യെസ്. ഓക്കെ ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ് അല്ലേ? പിറ്റേ ദിവസം വിഷമിച്ചിരിക്കുന്നതാണ് എന്തിനാണ് ഇന്നത്തെ സീരിയലിലെ കഥ ഓർത്തിട്ട്. ഓക്കെ ഓക്കെ. നമിത എത്രമാത്രം മെന്റലി അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമിത പറയുന്ന വാക്കുകളുടെ വേഗതയിൽ നിന്ന് അല്ലേ, ആ ഇന്റൻസിറ്റിയിൽ നിന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യെസ്. ഓക്കെ ഓക്കെ. എനിത്തിങ് ഫോർ നമിത? Other than that, what to say? Then the character that showing immoral
activities. I Sure. don't like that. And in serial, mainly they are showing the raping scenes, immoral things, and cheating. I don't like this kind of things. Yes. Okay. Yes. രണ്ട് ഭാര്യമാര്, രണ്ട് കാമുകിമാര്, അല്ലേ? Yeah. അതെങ്കിലും I ഇല്ലെങ്കിൽ already told that you should be loyal with your partner. My concept with that, I'm believing that only that you should be loyal and he should also be loyal with you. yes. That's the main thing. Yes. Okay. അപ്പൊ നേരത്തെ സുചിത്ര പറഞ്ഞ പോലെ there is no logic behind it, so we cannot accept it. Okay, Namita? Anything more? No, sir, that's all. Thank you. Very good. അപ്പോ നമിത ഇത് പറയാനായിട്ട് എവിടെയെങ്കിലും ഇത് പറയാനായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു, ഇതൊന്ന് പറയണമെന്ന്. ഓക്കെ, നമിതയുടെ ഫീലിങ്സും ഒക്കെ നമുക്കതിനകത്ത് കാണാം. ദേവപ്രിയ, യു ഗെറ്റ് റെഡി. പ്രാൻഷ. Yes, sir. യെസ്, പറഞ്ഞോളൂ പ്രാൻഷ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? I agree with Prem Kumar because it is Yes. very boring content in Malayalam serial. Very boring. Very good. Then Many people spend lots of time in serial. yes. The logic of serial, it's not useful in real life. Yes. The act is very artificial and emotion is overacting. Yes, that is a correct point ആണ് പ്രാൻഷ പറഞ്ഞത്. ഓവർ ആക്ടിങ് ആൻഡ് ഓവർ ഇമോഷണൽ ആണ്, അല്ലെ? കണ്ണുതുറിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം, അല്ലേ? യെസ്, ഓക്കെ, കറക്റ്റ്. പ്രാൻഷിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അത്രേ ഉള്ളൂ സർ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ ഒരു തരത്തില്ലെങ്കിൽ വേറൊരു തരത്തിൽ യു ആർ ദ വിക്ടിം. യെസ്, അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ പ്രാൻഷ, വെരി ഗുഡ് ഫോർ യുവർ observation. Adulya, you get ready. Devalpriya. Sir, Yes, what is your opinion? I agree with Prem Kumar, sir. Opinion, yes. Why do you agree? First of all, serials are time waste program. Time waste program, yes. Watching the serials, lack of our happiest moment. Yes. Communication skill loss. Family members. Yes. Devalpriya പറഞ്ഞ വലിയൊരു ഫാക്ടറാണ്. നേരത്തെ നമിത പറഞ്ഞില്ലേ, അവിടെ പ്രയർ എന്ന് പറഞ്ഞു. യെസ്, അതുപോലെ തന്നെ വിഷയമാണ്. പിന്നെ സംസാരമില്ല. സീരിയൽ തുടങ്ങിയ പിന്നെ there is no dialogue. വീട്ടിലുള്ളവർ തമ്മിൽ സംസാരമില്ല. യെസ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. കറക്റ്റ് പോയിന്റ് കേട്ടോ ദേവപ്രിയ. വെരി ഗുഡ്. ഞാൻ അതാണ് ചോദിച്ചത്, നിങ്ങൾ ആരും കാണാത്ത പോയിന്റുകൾ പറയും. യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്. Next day, our anxiety level growth. Then serials are എന്തായി എന്നുള്ള. ഓക്കെ. ഒരു ആൻസൈറ്റിയിലെ കൊണ്ടൊന്ന് നിർത്താല്ലേ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എപ്പിസോഡ്? യെസ്, ഓക്കെ. That's all. Okay. അപ്പൊ ഇത് മനസ്സിലായ ദേവപ്രിയ. She is also very observing it. Okay. Then Rabina TM. Yes. Rabina. Rabina, what is your opinion? I agree with Prem Kumar, sir. Because serial kills. I agree with Prem Kumar. Yes. Because serial kills human nature. Yes. But Malayalam serial gives opportunities and job for artists. And Yes. also it has an advantages like addiction and time-consuming process. It's a time-consuming Yes. process. Yes. And it creates so many problems in the family. Yes. That's all, sir. That's all. Not solving the problem, but it creates a problem. Ellen, is it Rabina? Yes. Okay. Very good. Appo, I thank you for your kind cooperation and involving this. നമ്മളിപ്പോ അങ്ങനെ എത്ര പേരുണ്ട്? സുചിത്ര, നമിത, നിമിയ, റബീന, ദേവപ്രിയ, പ്രാൻഷ. യെസ്. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ഗുണം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനായിട്ടൊരു മടിയുണ്ടാവും. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോകുമോ, ഇതൊക്കെ കുറച്ച് ആളുകൾക്ക് ടെൻഷനും വിഷമമൊക്കെ ഉണ്ടാവും.
പക്ഷെ ഇത് നമ്മളിത് പറഞ്ഞു നോക്കണം. തെറ്റ് പറ്റിയാലും നമ്മൾ ആരും നമ്മളെ കുറ്റം പറയുന്നില്ലല്ലോ. യെസ്, ബാക്കി നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ. യെസ്, അപ്പൊ അവരിതൊരു അവസരമായിട്ട് കാണില്ല, അവരിപ്പോഴും പേടിച്ചു നോക്കിയത്. യെസ്, കുഴപ്പമില്ല. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സീരിയലിനെ കുറിച്ചായിരുന്നു. അപ്പൊ സീരിയലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, കുറച്ച് പറഞ്ഞവരൊക്കെ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള വേർഡുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ കൺഗ്രാജുലേഷൻ ടു ഓൾ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് നേരത്തെ പറഞ്ഞ ഓക്കെ സുചിത്ര, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ നവിയ, ഓക്കെ ദേവപ്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞ ടെൻസിലേക്ക് വരുന്നു. ഓക്കെ നമിത, യെസ്. അപ്പൊ ടെൻസിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബ് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ സംഭവം. അതിന് നെഗറ്റീവ് വാചകം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡിഡ് നോട്ട് ചേർത്തു. ഡിഡ് നോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോൾ നെഗറ്റീവായി, പോയിട്ടില്ല, വന്നിട്ടില്ല, എടുത്തിട്ടില്ല, അങ്ങനെയൊക്കെ നമുക്കത് കിട്ടി. ഇന്ന് നമ്മൾ നോക്കും. അപ്പൊ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ ഡിഡ് ഉള്ള വാചകത്തിൽ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ്, പക്ഷെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് അത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും. യെസ്, ഇപ്പോ അവൾ പഠിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് സ്റ്റഡി. നമ്മളത് അവൾ പഠിച്ചോ എന്ന് ചോദിക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കും? നീ വന്നിട്ടില്ല, യു ഡിഡ് നോട്ട് കം. നീ വന്നോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ചോദിക്കും? യെസ്, അവൾ ഉറങ്ങിയിട്ടില്ല, ഷീ ഡിഡ് നോട്ട് സ്ലീപ്. അവൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കും? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല, യു ഡിഡ് നോട്ട് സ്റ്റഡി. ആ ഡിഡ് നോട്ടിലെ നോട്ടങ്ങട് കളയാം. കളഞ്ഞിട്ട് ആ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഡിഡ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചു. യെസ്, വീട്ടിലൊരു ഗസ്റ്റ് വന്ന് കഴിയുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഡിഡ് യു ടേക്ക് യുവർ ഫുഡ്? നിങ്ങൾ ചായ കുടിച്ചോ? ഡിഡ് യു ഡ്രിങ്ക് ടീ? അല്ല, ഡിഡ് ആദ്യം ഒരു എന്തായിട്ട് മാറി? ചോദ്യമായിട്ട് മാറി. അപ്പൊ അതിന് നമുക്ക് യെസ് കുടിച്ചിരുന്നോ, നോ കുടിച്ചിട്ടില്ലെന്നോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. അപ്പൊ ആരോടെങ്കിലും നമുക്ക് ചോദ്യം ചോദിക്കേണ്ടി വരുമ്പോ ഡിഡ് യു ടേക്ക് ഇറ്റ്? നിങ്ങളത് എടുത്തോ? ഡിഡ് യു സീ ദാറ്റ്? നിങ്ങളത് കണ്ടോ? ഞാൻ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഡിഡ് യു സീ ദാറ്റ്? യെസ്. അപ്പൊ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഡിഡ് നമുക്ക് ആദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കും യെസ്. അപ്പൊ അങ്ങനെയുള്ള വാചകങ്ങൾക്ക് പറയാം. സുചിത്ര, യെസ്, ഡിഡ് യു ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ? Yes, yes, sir. Yes, I took my breakfast. Did I took my breakfast. Clear, sir? Voice clear. Yes. Did you take bath in the morning? Did you? Yes. Take bath. Time pass. Yeah, എനിക്ക് സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ട് സർ, കേൾക്കണില്ല നേരെ. എനിക്ക് നേരത്തെ കുഴപ്പമുണ്ടായില്ല സുചിത്ര, ഞാൻ വിളിച്ചോളാം. ഓക്കെ 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 യെസ് ഓക്കെ 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 റബീന ടി എം. യെസ്. അപ്പൊ ഞാൻ ഡിഡ് വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ വെറുതെ ചോദിക്കുകയാണ്. ഡിഡ് യു ടീച്ച് യുവർ ചിൽഡ്രൻ യെസ്റ്റർഡേ? Yes. Yes. Did you teach your children yesterday? നിങ്ങൾ ഇന്നലെ കുട്ടികളെ പഠിപ്പിച്ചു? Yes. I taught to my children. Teach എന്നുള്ളതിന്റെ പാസ്റ്റ് I taught to my children. പഠിപ്പിച്ചില്ലെങ്കിലോ? No, I did not teach my children. Yes. Did you see? ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമയുടെ പേരെന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയുടെ പേരെന്താണ്? ആരെങ്കിലും പറ. ആർക്കും പറയാനില്ലേ? നെയിം ഓഫ് ദ ലേറ്റസ്റ്റ് ഫിലിം? യെസ്. അപ്പൊ അത് പോട്ടെ. അപ്പൊ ചോദ്യം അത് പിൻവലിക്കുകയാണ്.
Yes. Then there is a question. Did you cook chicken biryani last week? No, sir. No, sir. No, sir. No. Very good. No. Yes. No. I did not cook chicken biryani last week. Yes. I cooked. COOKED. I cooked chicken biryani. Yes. Then. Very good. Okay. About did വെച്ച് വരുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. നമിത. Yes, sir. Okay. Then നമിതക്ക് പറ്റിയൊരു ആളെ തരാം. നിമിയ. Yes. അപ്പൊ നമിത നിമിയോട് ഡിഡ് വരുന്ന ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ, സുചിത്രയോടും റബിയോടും ചോദിച്ച പോലെ 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. നിമിയോട് ചോദിക്കാം. ഡിഡ് യു എന്ന് പറഞ്ഞിട്ട് വരാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അത് ഞാൻ ചോദിക്കാനോ? നമിത ചോദിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നിമിയക്ക് ചോദിക്കാം. അവസാനം 2 പേർക്ക് ചോദിക്കാം. അപ്പൊ നമിത തൊട്ടിന് ചോദിച്ചോളൂ. ഡിഡ് വെച്ചിട്ടില്ലേ? നമുക്കിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഡിഡ് യു ലൈക്ക് ദാറ്റ് സബ്ജക്ട് അത് ചോദിക്കാം. സബ്ജക്ട് അത് ചോദിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ചോദിക്കണമല്ല. ഞാനൊരു ക്ലൂ ഇട്ടതാണ്. യെസ്. അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ വരാവുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇല്ലേ? കുട്ടികളെ തല്ലിയോ? യെസ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. ലോക്കലായിട്ടുള്ള നമ്മുടെ ദൈനംദിന ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഡേ ടു ഡേ ലൈഫില് ആക്ച്വലി എനിക്ക് അറിയത്തില്ല നിമ്മ ഏത് കാസ്റ്റ് ആണെന്ന്. അതറിഞ്ഞാ പിന്നെ എനിക്ക് ചോദ്യം ചോദിക്കായിരുന്നു. എന്റെ മനസ്സില ആക്ച്വലി നിമ്മ ആദ്യം പറയൂ. ഓക്കെ സാർ, ഞാൻ ഇൻവോൾവ് ആവട്ടെ, കുഴപ്പമില്ലല്ലോ. യെസ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് ചോദിച്ചു. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. Yes. Did you drink a tea in the morning? Yes. Did you drink tea in the morning? ചോദ്യമാണ്. രാവിലെ ചായ കുടിച്ചു. Yes, I drink. Okay. Yes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ past tense പറയും. Yes, I drank tea. Subject plus verb ന്റെ past tense. കാരണം നമ്മൾ simple past tense പറയണം. Yes എന്നാണെങ്കിൽ പിന്നെ past tense പറയും. Yes, I drank the tea. No എന്നാണെങ്കിൽ did not പറയും. Did not പറഞ്ഞ പിന്നെ present tense. No, I did not drink tea. Okay. Hold on. Did you drink tea in the morning? Yes. Did you watch a movie in the morning? Yes. Did you watch? ഞാനത് നേരത്തെ ചോദിച്ചപ്പോ സിനിമയുടെ പേര് ചോദിച്ചതിന്റെ കാരണം അതായിരുന്നു. യെസ്, ഏറ്റവും അവസാനം കണ്ട സിനിമയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. Did you watch the movie in the morning? I did not watch movie. Yes. No, I did not watch the movie. Yes. Did you cook breakfast in the morning in any special dish you making? Did you cook any special food in the morning? Okay. No, but I cook. No, I cooked only the normal food. Okay. Yes. Yes. Okay. Sujitra, ചോദിച്ചോളൂ അടുത്തത്. Did you watch the news in 24 News and reporter channel? Anyone? Yes. No, I'm not No. watching. You don't like that channels? Yes. Okay. Then you did reading any newspaper, English or Malayalam, then other language? അപ്പൊ നമുക്ക് അതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ചോദിച്ചാൽ വായിക്കാറുണ്ടോ എന്നാണ്. അപ്പൊ നമുക്ക് വായിക്കാറുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ന് വായിച്ചോന്ന് ചോദിക്കരുത്. ഡിഡ് യു റീഡ്? ഡിഡ് യു വായിച്ചോ എന്നാണ്. മറ്റത് വായിക്കാറുണ്ടോ. മറ്റത് ഡു യു എന്ന് പറയുമ്പോൾ വായിക്കാറുണ്ടോ. ഡു യു റീഡ്? വായിക്കാറുണ്ടോ. ഡിഡ് യു റീഡ്? വായിച്ചോ.
യെസ്. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ ശ്രീജിത. കുഴപ്പമില്ല, ചോദിച്ചാൽ നല്ല ഭംഗിയായി വരും. Did you did you domestic work today? Yes, okay. Yes, Did you yes. use cosmicity? Yes, okay. Yes, I do. Yes. What is I your do. daily domestic work doing in daily? Yes. What can daily in routine? My daily routine, washing the clothes, Okay. then cooking the food. That's it. How much Name. children? Not children. You married? Yes, I am married. Okay. What is your working husband? My husband working plus. Okay. Uh, Did you come in my house after 1 week? Yes. Let's see. Okay, 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 okay. Yeah. ചോദിച്ചോളൂ. Yes, Uh, I did. Sujitra, did you attend the class yesterday? Yes. Sorry, I attended the class yesterday, but my son is disturbed me. So Yes. I delay the class half an hour. Oh, okay. Then, Yes. Correct. Okay. did you drink the water in the morning? Yes, I am also drinking the water in morning, but sometimes I am delay drank the water. Sorry for that. Yes. Okay. Then, did you name the children, please? I have 2 children also. Oh. First one is daughter name is Sitara, and Okay. second one is my son Samved. She Okay, is study in first standard, and my son is not study, 2.5 years old now. Okay. Very nice. Yeah, thank you. That's it, sir. Okay. Yeah. Very good. ദേവപ്രിയ, പ്രാൻഷ, നമുക്ക് രണ്ടും കൂടെ നോക്കിയാലോ? ദേവപ്രിയ. Okay, ദേവപ്രിയ is okay. പ്രാൻഷ. Yes, sir. Okay, ദേവപ്രിയ, unmute ചെയ്തോ? Yes. ഞാൻ നിങ്ങൾ രണ്ടുപേരും ദേവപ്രിയ എക്കോ നേരത്തെ മോഡൽ സംസാരിച്ചു. Yes. ദേവപ്രിയ. ദേവപ്രിയ കൂടെ നിങ്ങൾ പറയൂ. എക്കോ വരുന്നല്ലേ? അതുല്യ. യെസ്. അതുല്യനെ കിട്ടിയില്ല. യെസ്. നമിത നേരത്തെ. യെസ്. ഓക്കെ. അപ്പോ നമിതയും ഫ്രാൻഷയും വളരെ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. യെസ്. എന്ത് വേണമെങ്കിൽ സംസാരിക്കും. അതിന്റെ ഇടക്ക് ചോദിച്ചോ? യെസ്. വളരെ യാദൃശ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടി. Yes. Okay. Hi, Pransha. How are you? Thanks. Okay. Very good. Thank you. And you? Yeah, I'm also fine.
Did you had your breakfast? Yes, I have breakfast. Okay. Mm. Mm. What is your favorite color? My favorite color is red. All right. Okay. Mm. ചോദ്യം ഇതാണ്, ഒരു ഉത്തരത്തിന്റെ അതുമേന്ന് പിടിച്ചു പോകും. അപ്പൊ റെഡ് റെഡ് ഈസ് എ കളർ ഓഫ് ഡേഞ്ചർ. വൈദ്യുതി അല്ല, അത് ഉത്തരത്തിൽ കേൾക്കോ? യെസ്. റെഡ് ഒരു ഡേഞ്ചർ കളറാണ്. ഇവരെന്താ ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ ചോദിക്കേ. ഓക്കെ സാർ പറഞ്ഞോളൂ, ഞാൻ അത് തന്നെ ചോദിക്കാം. പറഞ്ഞോളൂ, എന്തുകൊണ്ടാ അത് ഇഷ്ടപ്പെടുന്നതെന്ന്. I don't think that, but my favorite color is red. I don't reason. Okay. Actually, I'm asking why you like that color, because actually you all know that red is a symbol of danger, right? Yes, but So I that's like what I'm asking you, why you like it the most. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ വേണമെങ്കിൽ പാൻഷയ്ക്ക് കണക്ട് ചെയ്യാം. പാൻഷയുടെ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലക്കി കളർ അതായത് പറയാം. യെസ്, റെഡ് കളർ ഇട്ടപ്പോഴൊക്കെ എനിക്ക് ലക്ക് സംഭവിച്ചു അങ്ങനെ പറയും. യെസ്, റെഡ് ഈസ് മൈ ലക്കി കളർ എന്ന് പറയും. red is my lucky color. ലക്കി കളർ. Okay. ഓക്കെ ഓക്കെ. ഇനി അങ്ങോട്ട് ചോദിച്ചോട്ടെ ഫ്രണ്ട്സ്, നമ്മിന്റെ മാത്രമാണ് ചോദിക്കണം. അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. യെസ്, ചോദ്യങ്ങളില്ല. Hello. Yes. Continue. Panisha, you can ask me anything. No problem at all. Feel free to ask anything. Okay. Did you study in the exam? Sorry, I didn't hear it properly. Okay. Did you eat breakfast in the morning? No, today is my Ubavasam. Today, Wednesday Okay. and Friday, after 6 o'clock only I have anything. Yes. Okay. That's Then അപ്പൊ അതിനോട് കണക്ട് ചെയ്തത് ചോദിക്കാറില്ലേ? അത് അർത്ഥമല്ലേ? ഉപവാസം എന്ന് പറഞ്ഞല്ലോ, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതിനോട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചോദ്യം ചോദിക്കും. എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് എടുത്താണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ നമുക്ക്. how many days you take Upavasa in the week? Fasting എന്ന് പറയാം. Fasting. Yeah, two days, Wednesday and Friday. 2 days in a week. Okay. Yeah. Actually, this month is for us Christian. We are Easter having no. So other days we have avoiding the things, means like non-veg we are avoiding. And Wednesday and Friday we used to take Ubavasam. Okay. ഫ്രാൻസിന്റെ കയ്യിൽ ചോദ്യങ്ങൾ പറഞ്ഞു പോയാ ചോദിക്കൂ. ദേവപ്രിയ, are you okay? Hello. ഒരു മിനിറ്റ്. ദേവപ്രിയ ഓക്കെ? അതുല്യ, then Rabina DM. Yes. Okay. Rabina പോയോ? യെസ്. റബീനക്ക് നമിതയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? ഓക്കെ.
Okay, Adilya? Can you ask some questions to Namida? എന്താ വേണമെങ്കിലും ചോദിക്കാം. സുഖമല്ലേ? എന്ത് ചെയ്യുന്നു? ജോലിയുണ്ടോ? ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? എന്താവാനാണ് ആഗ്രഹം? യെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ. Hi, Namita. How are you? Yeah, I'm fine, Rabinia. Where What are you about you? from? I'm fine. I'm from actually, yeah. I'm from Ernakulam district. I mean, Vadapura is my place. Now married at Elur. Okay. How many children you have? Not yet. Okay. What about your qualification? I'm a pharmacy assistant. Okay. Are you working now? No, actually, I'm not working now. Okay. നേരത്തെ ജോലി ചെയ്തിരുന്നോ എന്ന് ചോദിക്കൂ റബീന. Did you work earlier? റബീന Did ചോദിക്കൂ. you work earlier, Namita? Yes, I worked. Where? Yes. അടുത്ത ചോദ്യം ചോദിക്കും, എവിടെയാണ് ജോലി ചെയ്യുന്നത്? Where? In a medical shop. Actually, 3 medical shop. First one is Dippo here. It's near to my husband house. Other one is Vadapura in my place. Vijay Medicals and Society medical shop. അതിൽ നിന്ന് ഉണ്ടാക്കൂ. പറഞ്ഞില്ലേ എന്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് ചോദിക്കാം. എത്ര രൂപയ്ക്ക് അവിടെ സാലറി കിട്ടുക? നമുക്ക് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ആ കോഴ്സ് പഠിപ്പിക്കുക അറിയാലോ. Did you enjoy the work in pharmacy? Did you Yeah, enjoy I the enjoy. work? Yeah, Then, I then enjoy. why you quit? Then why you quit the job? Actually, due to from some family problems. Okay. Actually, this is not my aim. First of all, I want to become a doctor. That is my goal. So, before that, I'm doing this, and after this hospital administration, I'm planning to go for entrance. Then I will pursue my aim. That is my goal. From small, I'm aiming. I want to become a gynecologist. That is my goal, and that is my aim, my dream. Great. Actually, that is not, first of all, my dream. It was my grandfather who wanted me to become a doctor. So, according to his wish, I want to fulfill that wish. That is my aim now. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പറയൂ റബീന, ആശംസകൾ കൊടുക്കൂ. I wish to pray. Let your dream be fulfilled. Yeah. പറയൂ, you. നിങ്ങളുടെ സ്വപ്നം പണിയട്ടെ. യെസ്, ഓക്കെ നമിത, വെരി ഗുഡ്, വെരി Okay, ഗുഡ്, വെരി thank ഗുഡ്. you, sir. അങ്ങനെ പറഞ്ഞോളാം പിന്നെ വിഷമിക്കൊന്നും ചെയ്ത് ചമ്മനും ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് പറഞ്ഞേക്കാം, നമ്മൾ എത്ര പേരല്ലേ ഉള്ളൂ. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫർസാന, സാന്ദ്ര, കൃപ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ സീരിയലിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും കണ്ടില്ല. യെസ്, അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, അപ്പോ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ടെൻസിനെ കുറിച്ചാണ്. അടുത്തൊരു ടെൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തുടങ്ങി വെക്കാം. യെസ്, സോ ഒരു 4 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ആൻസർ പറയാം. ഇംഗ്ലീഷാണ്. അതിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ എഫ് ആയിരിക്കണം. എഫ്, ഫാദർ. സിമ്പിൾ. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഫ്രാൻഷൈസ് ഇപ്പൊ പറഞ്ഞോ. ഇനി 2-3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഫെയിലിയർ ആണ് കേട്ടോ. ഫെയിലിയർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഫെയിലിയർ കറക്റ്റ് ആൻസർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫെയിലിയർ. അടുത്തത് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട് എന്നർത്ഥം വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്.
എഫ് വെച്ച് ആരംഭിക്കുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ്. കൈൻഡ് ആൻഡ് ഹെൽപ്പ്. ഫെയ്ത്ത് അല്ല, ഫെയ്ത്ത് വിശ്വാസം എന്നാണ്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്, ദയുള്ള, അതിനോടൊപ്പം തന്നെ ഹെൽപ്ഫുൾ, സഹായ മനസ്സിനോടുകൂടി. അതിന് വേറെ പേര് സ്വജന പക്ഷപാതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ കിടപ്പുള്ള വേർഡ്. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് ഫേവർ. ഫേവർ ചെയ്യാന്ന് പറയാല്ലേ, അനുകൂലിക്കുക. യെസ്, കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ആക്ട്, ഫേവർ. അടുത്ത ചോദ്യം ഇതാണ്, സിമ്പിൾ ആണ്. അനദർ വേർഡ് ഫോർ മൂവി. അനദർ വേർഡ് ഫോർ മൂവി. ഫിലിം. Film. ഓക്കെ, കറക്റ്റ്. വെരി ഗുഡ്. ഫിലിമാണ് അതുല്യ, മിമിയ കറക്റ്റ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെയിൽ, MAIL, a male parent. A male parent, PARENT, male parent. Yes, Nimia correct answer ആണ്. ഫാദർ. പാരന്റ് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും വരുന്നു. പാരന്റ്സ് എന്ന് പറയുമ്പോൾ പാരന്റ് എഫിൽ തുടങ്ങുന്നതല്ലേ, അപ്പൊ മെയിലാണ്, അപ്പൊ ഫാദർ ആണ്. യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് റിയൽ, REAL, റിയൽ. Fake. യെസ്. ഓക്കെ. ഫർസാന, സുചിത്ര, റബീന, ദേവപ്രിയ, അതുല്യ കറക്റ്റ് ആണ്. ഫേക്ക്. യെസ്. ഇനി ഞാൻ പറയുന്ന വേർഡിന്റെ അതേ ഇംഗ്ലീഷ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. അതേ മീനിങ് വരെ വേറെ വേർഡുകൾ പറയാം. ചോദ്യം ഇതാണ്. വെരി ഹംഗ്രി. വിശപ്പുള്ള, വെരി ഹംഗ്രി. എഫിൽ തുടങ്ങുന്ന ഒരു വേർഡ് പറ, അതിനോട് സ്വയമായിട്ടുള്ളത്. ഫാസ്റ്റിംഗ്, ഉപവാസം എന്നാണ്. വെരി ഹംഗ്രി. ഫീസ്റ്റ് അല്ല റബീന, വെരി ഹംഗ്രി, വളരെ വിശപ്പുള്ള. അതിന്റെ മീനിങ് അതാണ്. മീനിങ് ആണ് ഞാൻ പറഞ്ഞത്, വെരി ഹംഗ്രി. വെരി ഹംഗ്രി. ഞാൻ പറയട്ടെ. ഫ്രൈ അല്ല. യെസ്, എഫിൽ തുടങ്ങുക. FA. ആദ്യത്തെ രണ്ട് പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എഫ് ഉണ്ട്, എ ഉണ്ട്. FA. യെസ് റബീന, വെരി ഗുഡ്. ഫാമിഷ്ഡ്, FAMISHD, ഫാമിഷ്ഡ്. ദാറ്റ് മീൻസ് വെരി ഫാമിഷ്ഡ്. അടുത്തതും ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ വൺവേർഡുകൾ പറയാം. നോൺ, KNOWN, known to many people. Familiar. അതിനേക്കാൾ കുറച്ചുകൂടി വേറെ വാക്കുണ്ട്. Known to many people. Yes, Rabina, correct answer. Namida, correct answer. Famous ആണ്. Pransha, correct answer. Famous. Familiar അല്ല, famous. Very good. Yes. Okay. ഇനി ഒന്നോട് ചുറ്റിട്ട് അവസാനിപ്പിച്ചേക്കാം. A mark, 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 made by a finger. A mark made by a finger. Yes, Rabina, correct answer. Fingerprint. Yes, a mark made by finger, that is called, okay, Nimia, Sujitra, correct answer. Very good. Yes, that is fingerprint. Okay, ഞാനിപ്പോ 2-3 മിനിറ്റ് ഉള്ളതിന്റെ പേരിലാണ് പുതിയ കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അപ്പൊ നമ്മളിപ്പോ 2 ടെൻസ് കംപ്ലീറ്റ് ചെയ്തു, സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ടെൻസുമായിട്ട് കാണാം. So till then, bye. See you. Thank you, sir. Thank you, sir. Okay.